Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ അസൈൻമെൻറ്റ്സ് അവൈലബിൾ ആണ് കുട്ടികൾക്ക്. സോ നെക്സ്റ്റ് സെക്കൻഡ് സെമസ്റ്റർ അസൈൻമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷമല്ല, ഉടനെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം വരുന്നുണ്ട് അടുത്ത മാസം. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റാണ് അസൈൻമെൻറ്റ്സിലെ ഏറ്റവും നല്ല ചോദ്യങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 5 സബ്ജക്ട്സ് MCOMലെ സെക്കൻഡ് സെമസ്റ്ററിലെ 5 സബ്ജക്ട്സിൻ്റെയും അസൈൻമെൻറ്റ്സിൻ്റെ അനാലിസിസ് ഏറ്റവും ബെസ്റ്റ് വൺ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനും സാധിക്കും. അസൈൻമെൻറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിലെ 5 പേപ്പറിൽ ആദ്യത്തെ സബ്ജക്റ്റ് വരുന്നതാണ് ബിസിനസ് ആൻഡ് സൈബർ ലോസ്. ബിസിനസ് ആൻഡ് സൈബർ ലോസ്. സോ ഡിസ്ക്രിപ്റ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു പേപ്പറാണ് കേട്ടോ. എന്തായാലും ഇപ്പം നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിലത്തെ സബ്ജക്ട്സിലോട്ടായിരിക്കും ഫോക്കസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവിൽ ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങൾ കാണാം. ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് കംഫർട്ടബിളായിട്ട് പഠിച്ച് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സൈബറിലെ കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ ആണ്. So explain the concept of e-business and distinguish between e-business and e-commerce. Discuss how e-business has transformed the traditional business structure. Then either question. Then major trends in e-business and provide an overview of the different e-business models operating in the digital economy. മറ്റൊരു ചോദ്യം പിന്നെ CRM ആണ്. അതിൻ്റെ CRM ഡിസൈൻ ഇൻഫ്രാസ്ട്രക്ചർ, റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ CRM. പിന്നെ ERP എന്താണ്, ഫോഴ്സസ് ഇൻഫ്ലുവൻസിങ് ERP അഡോപ്ഷൻ, ERP ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജി, കൺസെപ്റ്റ് ഓഫ് റീറ്റെയിലിംഗ്, ഡിഫറെൻറ്റ് റീറ്റെയിലിംഗ് മോഡൽസ് ആൻഡ് വെബ് ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം മോഡൽസ് യൂസ്ഡ് ഇൻ റീറ്റെയിലിംഗ്. ഇങ്ങനെ 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുക നമ്പർ 3 CRM ആണ്. CRM എന്താണ്, അതിൻ്റെ ഡിസൈൻ ഇൻഫ്രാസ്ട്രക്ചർ, റീസെൻറ്റ് ട്രെൻഡ്സ്. നമുക്ക് കറക്റ്റ് ഒരു ഓർഡറിൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതിലൊക്കെ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എന്നൊക്കെ പറയുമ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ അവിടെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ റീറ്റെയിലിംഗ് രണ്ടാമതൊരു ഓപ്ഷനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്പർ 3ഉം പിന്നെ അതല്ലെങ്കിൽ നമ്പർ 5ഉം ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് അനലറ്റിക്കലിലോട്ട് കിടക്കാം. അനലറ്റിക്കൽ എന്തായാലും ഡിഫിക്കൽട്ട് ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് എപ്പോഴും അറിയുന്നതാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാൻ. ആദ്യത്തെ ചോദ്യം, അനലൈസ് how e-business has reshaped organizational structures and competitive strategies in comparison with traditional business models. നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. Critically examine the e-retailing models and analyze how B2C technologies and EPOS systems improve operational efficiency. Number 3, examine the transformation of supply chain management through web-based technologies and evaluate the role of e-procurement. പിന്നെ വരുന്നത് സ്കോപ്പ് ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് സൈബർ ലോസ് ആൻഡ് IT Act 2000 in addressing cyber crimes, digital evidence and cyber forensics. Analyze the role of CRM systems in organizing business around customers. Evaluate recent trends in digital era. ഇതാണ് 5 ചോദ്യങ്ങൾ. ഈ 5 ചോദ്യങ്ങളിൽ ഏറ്റവും കംഫർട്ടബിൾ അഗെയിൻ എനിക്ക് പറയാനുള്ളത് നമ്പർ 5 ആണ്. റോൾ ഓഫ് CRM systems in organizing business അറൗണ്ട് കസ്റ്റമേഴ്സ്, പിന്നെ അതിൻ്റെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഡിജിറ്റൽ ഇറ. ബാക്കിയുള്ളതൊക്കെ കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. ഇതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്പർ 4, 5 അല്ലെങ്കിൽ 4. കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുക 5 ആണ് ഉള്ളതിൽ നമുക്ക് വിശദീകരിച്ചൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം. സോ ഇതാണ് ആദ്യത്തെ സബ്ജക്റ്റിന് സജഷൻസ് പറയാനുള്ള. ഇനി നെക്സ്റ്റ് ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പേപ്പറാണ്. നമുക്കതിൻ്റെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ഗ്ലോബൽ ബിസിനസ് ഒരുപാട് വായിക്കാനുള്ള പേപ്പറാണ്. ആദ്യം
Firms expanding into foreign markets must carefully select entry strategies based on resource, risk, and market conditions. Justify statement കുറച്ച് difficult ആണ്. Discuss the key international trade theories, their underlying principles, and implications they have for firms operating globally. Then explain economic integration at its different levels, highlighting their practical significance for nations and businesses. Discuss the influence of globalization on developing countries, considering its economic, social, and cultural implication. Then FDI policy framework in India, outline its main features, sectors covered, and the mechanisms through which foreign investments are allowed and regulated. ഇതാണ് 5 ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞു വലിയൊരു പേപ്പറാണിത്. ഇതിൽ 5 ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറയുന്നത് എഴുതി കുറച്ചും കൂടി കൊടുക്കാൻ പറ്റുന്നത് നമ്പർ 4 ആണ്. ഗ്ലോബലൈസേഷൻ, ഡെവലപ്പിംഗ് കൺട്രീസ്. അതിപ്പോഴും നമുക്ക് കുറച്ചും കൂടി വിശദീകരിച്ച് എഴുതാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. നല്ല രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഈ 5 ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ബാക്കിയൊക്കെ കുറച്ചൊരു ഇതാണ്. എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടല്ല എനിക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഇനി അനലറ്റിക്കലിൽ എപ്പോഴും തലതിരിഞ്ഞ കുറേ ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ നമ്പർ 1, FDI, Foreign Direct Investment Act, as a double-edged sword for developing economies. Critically evaluate this statement. ഈ critically evaluate എന്നൊക്കെ പറയുമ്പോൾ എഴുതി വലിപ്പിക്കാൻ കുറച്ച് പാടാ. Discuss the benefits and challenges of a joint venture through selecting an example of joint venture between an Indian and a foreign company. ഒക്കെ പ്രാക്ടിക്കൽ ടൈപ്പ് ചോദ്യങ്ങളാണ്. എ പ്രോഡക്റ്റ് ദാറ്റ് വാസ് ഒറിജിനലി മാനുഫാക്ചർഡ് ആൻഡ് മാർക്കറ്റഡ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് ബീയിങ് produced in several Asian countries. Assess this shift with the help of product life cycle theory. Again difficult ആണ്. Examine the limitations of GATT and how the WTO has strengthened the improved and the international trade framework in terms of institutional structure, scope, coverage, dispute settlement mechanism, and enforce of trade rules. പിന്നെ India export textiles, garments, developed countries, while the US exports machinery and aircraft to India. Oakland theory of international trade. Explain why these trade patterns occur. Critically evaluate the assumptions and limitations of Hacker. ഈ തിയറിയുടെ 5 ചോദ്യങ്ങൾ കട്ടക്കി നിൽക്കുന്ന ചോദ്യങ്ങളാണ്. എന്നാലും ഇതിൽ പിന്നെയും കുഴപ്പമില്ലാത്ത നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്പർ 4 ആണ്. ഗാട്ടും അത് ഓൾറെഡി ഉള്ള കുറേ കാര്യങ്ങളാണല്ലോ, ഉണ്ടായി കഴിഞ്ഞതാ. ലിമിറ്റേഷൻസും കാര്യങ്ങളും അതിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഉള്ളതിൽ നമുക്ക് പിന്നെയും അധികം ബുദ്ധിമുട്ടാണ്ട് എഴുതാൻ പറ്റുന്ന നമ്പർ 4 ആണ്. ബാക്കിയുള്ളതൊക്കെ കുറേ നമുക്ക് ബുദ്ധിമുട്ട് തരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ 4ാമത്തെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. മൂവിങ് ടു നെക്സ്റ്റ് സബ്ജക്ട്, QT, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഏറ്റവും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം പേപ്പറാണ്. നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. പ്രോബ്ലംസ് ആണ്. അതിൽ ആദ്യത്തെ നമുക്ക് 4 ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് തന്നിട്ടുണ്ട് പ്രോബ്ലം ചെയ്യാൻ. യു ആർ റിക്വയർഡ് ടു ടെസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻ ഡിഫറൻസ്. എനോവയും കാര്യങ്ങളൊക്കെ ആണ് ആദ്യത്തെ ചോദ്യം. പ്രോബ്ലം ആണ് കേട്ടോ ആദ്യത്തെ. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ കിട്ടുന്നവരത് ചെയ്ത് വയ്ക്കുക. യു ആർ റിക്വയർഡ് ടു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനോവ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, compare and contrast the independent sample t-test and provide examples, assumptions ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. തിയറി. പിന്നെ റിസർച്ചർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ഫോളോയിങ് ഡാറ്റ, ഡെയിലി ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. അഗെയിൻ പ്രോബ്ലം ആണ്. ഓക്കെ. കാൽക്കുലേറ്റ്സിൻ്റെ കോഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, പ്രോബ്ലം. പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി പറഞ്ഞിട്ടുണ്ട്. Discuss the application of binomial distribution real scenario. In your answer, provide examples from fields such as quality control, genetics, and finance. പിന്നെ സെറ്റ് ടെസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ആൻസർ, അതിൻ്റെ അപ്രോപ്രിയേറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. പ്രോബ്ലം ചെയ്യാൻ അറിയുന്നവർക്ക് അനോവ് ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ച് എളുപ്പമുള്ള ചോദ്യം എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ തിയറിയാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ചെയ്യാം. ഒന്നുകിൽ അനോവോ അതല്ലെങ്കിൽ ഇത് കേട്ടോ. തിയറിക്കാണെങ്കിൽ നമ്പർ 4 ആണ് ബെറ്റർ. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ അനലറ്റിക്കൽ കുറച്ചും കൂടിയും ഡിഫിക്കൽട്ടായിരിക്കും നമുക്കറിയാം. അപ്പോൾ അനലറ്റിക്കലിൽ ആദ്യം പ്രോബ്ലം ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. റിഗ്രഷൻ്റെ ആണ് പ്രോബ്ലം പറഞ്ഞിട്ടുള്ള.
അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാനുള്ള പ്രോബ്ലം ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അഗെയിൻ പ്രോബ്ലം ആണ്. റിലേഷൻഷിപ്പ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഡാറ്റ റിലേറ്റ്സ് ടു എംപ്ലോയീസ് തന്നിട്ട്, അപ്പോൾ റാങ്ക് കോറിലേഷൻ ആണ് കേട്ടോ. കംഫർട്ടബിൾ ആണ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക്, അറിയുന്നവർക്ക്. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും. റാങ്ക് കോറിലേഷൻ അഗെയിൻ പ്രോബ്ലം ആണ് ഇവിടെ. നെക്സ്റ്റ് വരുന്നത് കൈ സ്ക്വയർ ടെസ്റ്റ് ആണ്, നല്ല രീതിയിൽ ചെയ്യാനുണ്ടാവും. പിന്നെ ദ ആപ്ലിക്കേഷൻസ് ഓഫ് QT ഇൻ ബിസിനസ് ഇൻഡസ്ട്രി ആൻഡ് മാനേജ്മെന്റ് ഇലിസ്ട്രേറ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ 5 ചോദ്യങ്ങളിൽ പ്രോബ്ലം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. തിയറിക്കാണെങ്കിൽ ഈ 4 കുഴപ്പമില്ല, 5 കുഴപ്പമില്ല. 4 ഈസിയാണ്, 5 കുഴപ്പമില്ലാത്തതാണ്. 4 ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുക. ഇതിൽ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. സോ ദാറ്റ്സ് അബൌട്ട് QT കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ് തിയറി സബ്ജക്റ്റ്. നല്ല രീതിയിൽ വായിക്കാനുള്ളൊരു പേപ്പറാണ്. ഡിസ്കസ് ദ വാരിയസ് ടൈപ്സ് ഓഫ് ബിസിനസ് പോളിസി, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് പോളിസി ആൻഡ് ദ essentials of good policy. പിന്നെ സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഫോളോഡ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻ, അനലൈസ് their role in achieving organizational objective. പിന്നെ structural, functional and behavioral aspects of strategic implementation. Then write a note on implementation process and issue of strategy implementation. ഇതാണ് 5 ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏറ്റവും കംഫർട്ടബിൾ ഈസി ചോദ്യം എന്ന് പറയുന്നത്. ഇതിൽ നിസ്സംശയം പറയാം നമ്പർ 1 ആണ്. ബിസിനസ് പോളിസി ആൻഡ് ഇമ്പോർട്ടൻസും കാര്യങ്ങളും, അത് എളുപ്പം ചോദ്യമാണ്. അതല്ലെങ്കിൽ പിന്നെ നമ്പർ 2 ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുക നമ്പർ 1 ആണ് കേട്ടോ, കാരണം അത് ബേസാണ്, ഈസിയാണ്. ഇനി ഇതിൻ്റെ അനലറ്റിക്കലിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അനലറ്റിക്കലിൽ നമുക്ക് 5 ചോദ്യങ്ങൾ വരുന്നു. അതിൽ ഒക്കെ കുറച്ച് പ്രാക്ടിക്കലാണല്ലോ അനലറ്റിക്കൽ എന്ന് പറയുമ്പോൾ. അതിലാദ്യം explain the role of mergers, acquisitions and strategic alliances in enhancing corporate success in India. Okay, practical. Make a comparison among blue ocean, red ocean, purple ocean strategies in modern business. Then strategic management practices in India are increasingly driven by evolving business policies. Examine the statement in the context of modern business enterprises. Strategic management is a continuous and dynamic process. In the light of this statement, discuss the task of strategic management and the factors shaping strategy in modern business organization. ഈ ഒരു ചോദ്യം കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. Analyze the role of strategic fit in transforming a firm's resources into capabilities that lead to sustainable competitive advantage. ഇതാണ് 5 ചോദ്യങ്ങൾ. ഇതിൽ ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് 1 തന്നെയാണ് കേട്ടോ. പക്ഷെ അതിൽ കുറേ എക്സാമ്പിൾസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തേക്ക് പോകാം. റെഡ് ഓഷൻ, ബ്ലൂ, അതിലും ഒരുപാട് എക്സാമ്പിൾ. എന്തായാലും അനലറ്റിക്കലിലോട്ട് വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. ഉള്ളതിൽ ബെറ്റർ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയണു, നമ്പർ 1 കുഴപ്പമില്ലാത്തതാണ്. അതല്ലെങ്കിൽ രണ്ടാമത്തേക്ക് കിടക്കാം. ഓക്കെ, നമ്പർ 1 ആണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുക. ഇനി നമ്മുടെ നെക്സ്റ്റ് പേപ്പർ വരുന്നത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്, കമ്പൽസറി കോഴ്സ്. ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് പേപ്പറാണ്. അതിൽ ഡിസ്ക്രിപ്റ്റീവ്, ഇതിലൊക്കെ കുറച്ചും കൂടിയും നമുക്ക് നല്ല രീതിയിൽ വായിച്ച് പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു പേപ്പറാണ് കേട്ടോ. അനലൈസ് മെഷേഴ്സ് ഓഫ് ക്വാളിറ്റി ആൻഡ് റാങ്കിങ് സച്ച് ആസ് UGC CARE, ISSN, ISBN. Do you think that the advent of open access database has diminished the knowledge barriers? Comment. And hints തന്നിട്ടുണ്ട്. Then explain the difference in the text citation and reference list entries in a style of your choice. Provide examples of each and discuss why proper citation upholds academic integrity. അതിനും തന്നിട്ടുണ്ട്. Hint, explain the key stages involved in manuscript submission. What precautions should authors take before submission? മറ്റൊരു ചോദ്യം. Then പിന്നെ വരുന്നത് what is research design? Examine the key elements including research problem, literature, sampling and analysis, variability, validity. Your answer should reflect impact, strength, limitations of research design in the light of examples. The last one, examine the role of plagiarism in destroying the quality of research. Explain various types of plagiarism along with drawing methods of avoidance and detection. ഇതിൽ 5 ഏറ്റവും കംഫർട്ടബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ 5 ആണ്. നമുക്ക് പിന്നെയും സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ കുറച്ച് ടൈം എടുത്ത് നല്ലോണം അനാലിസിസ് നടത്തി ചെയ്യേണ്ട ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പം നമ്പർ 5 ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഇനി ലാസ്റ്റ് ഇതിൻ്റെ അനലറ്റിക്കൽ പാർട്ട് എഗെയിൻ കോംപ്ലിക്കേറ്റഡ് ആണ്. പ്രിപ്പയർ എ സിനോപ്സിസ് ഇൻ ഫ്യൂ
പേജസ് ഓഫ് യുവർ ഇൻട്രസ്റ്റഡ് ടോപ്പിക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ചോദ്യം വരാറുണ്ട്. കവറിങ് ഓൾ കോമ്പോണൻറ്റ്സ് ഇൻക്ലൂഡിങ് സിനോപ്സിസ്. Then in next, conduct a literature review on a topic or in your field of study. Summarize 5 relevant sources, identifying a key research gap and explaining its significance. കുറച്ച് പാടാണ്. നെക്സ്റ്റ് ക്രിയേറ്റ് 2 ക്വാളിറ്റി അബ്സ്ട്രാക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം, മാനുസ്ക്രിപ്റ്റ് കാര്യങ്ങൾ. പിന്നെ പ്രിപ്പയർ ആൻ അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫി. ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താ, സൈറ്റേഷൻ സ്റ്റൈൽ, API അതിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. ഇതിൽ ഞാൻ 5ഉം കട്ടക്കി നിൽക്കുന്ന ചോദ്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആദ്യത്തെ ചെയ്യുക. അതാണ് ഞാനെപ്പോഴും കുട്ടികൾക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാറ്. പക്ഷേ എല്ലാത്തിനെ പറ്റിയിട്ട് ഒരു നോളജ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 5ഉം നന്നായിട്ട് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യാൻ നമ്പർ 1 ആണ് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നിങ്ങളുടെ MCOM സെക്കൻഡ് സെമസ്റ്ററിലത്തെ അസൈൻമെൻറ്റ്സ്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് 1 സെലക്ട് ചെയ്ത് സ്കോർ ചെയ്യാൻ നല്ലത് എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ ഞാൻ നൽകിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ആൻസർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക. നമ്മളിതിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ക്ലാസ്സിൽ. പിന്നെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നെക്സ്റ്റ് മന്താണ്. എത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക. നമ്മളതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഈ വീക്ക് തന്നെ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.